ഹായ്, ഒരു ചെറിയ ചിന്തയുമായി ഇന്ന് വരികയാണ്. കഴിഞ്ഞ ദിവസം വാഹനം ഓടിച്ച് പോകുമ്പോൾ ഒരു വാഹനത്തിൻ്റെ പുറകിൽ എഴുതിയിരിക്കുന്നൊരു വാചകം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. അതിതാണ്: നിൻ്റെ ഹോണിന്മേലല്ല എൻ്റെ ആക്സിലേറ്റർ. എന്നെ ഒത്തിരി ആ പദം ചിന്തിപ്പിക്കുവാനിടയായി. പലപ്പോഴും മറ്റുള്ളവർ എന്തു പറയും, മറ്റുള്ളവർ എന്ത് കരുതും എന്ന് ചിന്തിച്ചു പോകുന്ന ഒത്തിരി പേരെ നമ്മുടെ ചുറ്റും നമുക്ക് കാണാനായിട്ട് കഴിയും. മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ, അവർക്ക് ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. സമൂഹത്തിൻ്റെ മുമ്പിൽ എന്നും അവർ ഒരു പരാജയമായി, ഒരു ചോദ്യചിഹ്നവുമായി നിൽക്കുന്നത് നിമിത്തം വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടെയോ വ്യക്തമായ ലക്ഷ്യബോധത്തോടുകൂടെയോ മുൻപോട്ട് പോകുവാൻ കഴിയാതെ വട്ടം കറങ്ങുന്ന ചിലർ നമ്മുടെ ചുറ്റുമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. പലപ്പോഴും നാം ഓരോരുത്തരും ആ വിഷയത്തിൽ ചെന്ന് വിടാറുണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മറ്റു പലരെ നാം കാണുന്നത് ടെൻഷനാണ്. എന്ത് കേട്ടാലും ടെൻഷൻ, എന്ത് കണ്ടാലും ടെൻഷൻ. ഒരു വിധത്തിലും മുൻപോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ. ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, നിങ്ങളുടെ ടെൻഷൻ കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്? നിങ്ങളുടെ ടെൻഷൻ നിങ്ങളുടെ ആക്സിലേറ്ററായി മാറിയാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയത്തില്ല. ആയതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളോടും, എല്ലാ മാതാപിതാക്കളോടും, എല്ലാ കുഞ്ഞുങ്ങളോടും പറയട്ടെ, മറ്റുള്ളവരുടെ ഹോണിൽ ആകരുത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആക്സിലേറ്റർ. നിങ്ങളുടെ വണ്ടിയുടെ ആക്സിലേറ്റർ എങ്ങനെ ഓടിക്കണം, എങ്ങനെ നിയന്ത്രിക്കണം, എങ്ങനെ ആയിരിക്കണമെന്ന് മറ്റുള്ളവരല്ല തീരുമാനിക്കേണ്ടത്, മറിച്ച് നിങ്ങൾ തന്നെയാണ്. എങ്കിൽ മാത്രമേ ഒരു വിജയകരമായ ജീവിതം നയിച്ച് മുൻപോട്ട് പോകാനായി കഴിയുകയുള്ളൂ. ആയതുകൊണ്ട് സർവശക്തൻ്റെ കരങ്ങളിൽ നിങ്ങളെ ഏൽപ്പിക്കുക. സർവശക്തൻ നിങ്ങളെ എങ്ങനെ നിയന്ത്രിക്കുന്നുവോ അതുപോലെ മുൻപോട്ട് പോകുവാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. God bless you all.